Hello guys, Assalamualaikum. Welcome back to my channel. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സനാന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്തിരി സന? മെരുമേഡുമാരില്ല. എന്തിരി? ഇരുമ്പ്. സനാനെ കണ്ട കടലിലത്തെ മെരുമേഡുമാരില്ല. അതെന്താ സംഭവം ചോദിച്ചാല് എല്ലാവർക്കും അറിയാലോ, സന സ്വിമ്മിങ് ക്ലാസ്സിന് പോണത്. ആ സ്വിമ്മിങ് ക്ലാസ്സിന്റെ ഡ്രസ്സാണ് ഇത്. നമ്മളിവിടെ എടുത്തായതുകൊണ്ട് ഇവിടെ തന്നെ ഇട്ടിട്ട് പോവാണ്. അതിന്റെ ബാക്കിയുള്ള കണ്ണാടിയും തൊപ്പി ആ സെറ്റിങ്സ് ഒക്കെ എന്തായാലും ഇട്ട് കൊടുക്കണം. അവിടെ പോകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് സമയം വഴുകിക്കുക. നമ്മൾ ഓരോരോ ബാച്ചിന്റെ കണക്കാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് വഴുകി പറഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ വേഗം കയറേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോവുകയാണ്. മിയാസിന് ഒരു സ്വിമ്മിങ് ട്രൗസർ മാത്രമേ ഉള്ളൂ. ജെൻസിന് കുപ്പായ എല്ല, വെറും ട്രൗസർ മാത്രം. അപ്പോൾ മിയാസ് ട്രൗസർ ഇവിടുന്നിട്ടിട്ട് കുപ്പായം കൊടുത്തിട്ട് പോകും. അവിടുന്ന് കുപ്പായം കുടിച്ചിട്ട് ഇതാക്കിയിട്ട് വരില്ല ചെയ്യല്. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണല്ലേ. അറിഞ്ഞിട്ടിക്കണോ ഇല്ല അറിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയില്ല. എന്താ സംഭവം ചോദിച്ചാൽ നമ്മുടെ ഗവൺമെന്റ് എനിക്ക് മാസം ഗവൺമെന്റിന് എനിക്ക് 1000 രൂപ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും 10 അല്ലെങ്കിൽ 14 ഈ ഒരു ഡേറ്റിന്റെ ഉള്ളിൽ എനിക്ക് ആ മാസ പൈസ ഒരു പെൻഷന്മാരി 1000 രൂപ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മാസം ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ മാസം നേരെ 10-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് എപ്പോഴേക്കും നമ്മളൊരു GPay ചെയ്യുമ്പോൾ അത് വല്ലാണ്ട് ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് മെസ്സേജ് വരല്. അപ്പൊ ഞാൻ വന്നത് രാവിലെ, ഞാനിപ്പോ ഇന്നിപ്പോ 14-ാം തീയതി അല്ലേ, 10-ാം തീയതി പൈസ വരുള്ളൂ വന്നിട്ട് രാവിലെ വെറുതെ എടുത്ത് അക്കൗണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉള്ള ബാലൻസിനെക്കാട്ടിലും അധികം ഒരു ബാലൻസ് അതിൽ കിടക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബാലൻസ് എത്രയും നമുക്കറിയും. ഞാൻ എന്ത് വിചാരിച്ചു, ഒരുപാട് ഇനിയിപ്പോ 1000 വന്നൊക്കെ ഇരിക്കും. ഇനിയിപ്പോ வந்து கூப்பிடுங்கன்னு பார்த்தா உட்காந்து வீடு எடுத்துட்டு இருக்கீங்க. പറഞ്ഞാല് ബാലൻസ് നോക്കിയപ്പോ ഉള്ള ബാലൻസിനെക്കാട്ടിലും കുറഞ്ഞ. പിന്നെ കുറെ നേരം ആലോചിച്ചിരുന്നു, എന്താണ് ഇപ്പൊ രാവിലെ തന്നെ അക്കൗണ്ടിൽ ഇത്രയും ബാലൻസ് കാണുന്നത്, എന്താ പാർക്കേലും മാറ്റി അയച്ചിട്ട് ഇരിക്കുമോ, എന്താ സംഭവം എന്നല്ല. കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ചോദിക്കാണ്ടിരിക്കുന്നു. ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് അവിടേക്ക് ഇവിടേക്കൊക്കെ പോകുമ്പോൾ എന്നോട് GPay ചെയ്യാൻ പറയും, വീട്ടിൽ വന്നിട്ട് ഞാൻ പൈസ തരാമെന്ന് പറയും. അപ്പം അങ്ങനെ എമൗണ്ട് വന്നൊക്കെ ഇരിക്കും. ഇന്നലെ കാണിച്ചപ്പോൾ വേറെ ബാലൻസ്, ഇന്ന് കാണിച്ചപ്പോൾ വേറെ ബാലൻസ്, അങ്ങനെയെന്നാണ് എൻ്റെ വിചാരം. കുറേ കഴിഞ്ഞിട്ടുണ്ട് ഫോൺ പറയുന്നത് എന്താണ് ഈ മാസത്തെ മാസ പൈസ വന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അറിയില്ല, അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട് കിടക്കുന്നുണ്ട്, ഇന്നലത്തെക്കാട്ടിലും ഒരു 5000 രൂപ ബാലൻസ് അധികം കിടക്കുന്നുണ്ട് എന്ന് ഞാൻ. പെട്ടെന്ന് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ 5000 രൂപ മാസപ്പണത്തോടെ വരുമ്പോൾ ഇത് എന്താ വന്ന് എന്തിനാ വന്നെന്ന് കുറെ നേരം ആലോചിച്ചിരുന്നു. അപ്പോഴാണ് പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് വെറുതെ നമ്മുടെ ന്യൂസ് വെറുതെ നമ്മൾ ഫോണിൽ നോണ്ട് കഴിയുന്ന സമയത്താണ് നമ്മുടെ സ്റ്റാലിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ കണ്ടത്. അതിലാണ് ഇപ്പൊ നമുക്ക് മാസം 5000 വരികയാണെങ്കിൽ 2 ദിവസം മുന്നേ അത് മെസ്സേജ് വരും, ഇല്ലെങ്കിൽ ന്യൂസിൽ വരും, ഒക്കെ വരും. പെട്ടെന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരൊറ്റടിക്ക് 5000 വരുമ്പോൾ ആർക്കാണെങ്കിലും എന്തുകൊണ്ടാണ് വന്നിക്കുന്നത് എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ രാവിലെ അവർ എന്തായാലും അങ്ങനെ ഇപ്പം നമ്മുടെ മെസ്സേജ് വരും, അക്കൗണ്ടിൽ പൈസ വന്നാൽ. അതും വന്നിട്ടില്ല. എപ്പോഴും മാസം 1000 വന്ന് അപ്പം തന്നെ മെസ്സേജ് വരും. ഇപ്പം 5000ന്റെ മെസ്സേജും വന്നിട്ടില്ല. കുറേ നേരം ആലോചിച്ചിരുന്നു എന്തുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ ആയത് കാരണം കൊണ്ട് അധികം മാസ പൈസ ഇട്ടതാണോ, ഏപ്രിൽ സമയത്ത് ഇലക്ഷൻ സമയത്ത് അവർക്ക് തരാൻ പറ്റില്ലല്ലോ എന്നുള്ളത് സംഭവം. അക്കൗണ്ടിൽ പോടാൻ മുടിയാതില്ല, அந்த காசுல அக்கவுண்ட்ல போடுங்க. കൊറോണ സമയത്ത് 4000 രൂപ അക്കൗണ്ടിൽ തന്നെ. அது வேற, அது எல்லாருக்கும் കിട്ടിയിട്ടില്ലെങ്കിൽ മുക്കാപാതിയും ആൾക്കാർക്ക്. அது வேற, இந்த ஓட்டுக்கு பைசா தராங்கன்னா அது வந்து சொல்ல மாட்டாங்கல்ல. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ എന്തായാലും ആ ഒരു ചെറിയൊരു എന്തുകൊണ്ടാ തന്നത് എന്ന് എല്ലാവർക്കും അറിയില്ല. അതെന്തായാലും നമ്മുടെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം അല്ലേ. முக்கியமான விஷயத்துக்கு தான் இந்த வீடியோ. இன்னைக்கு காலையில நம்ம அரசு சார்பில் 5000 ரூபாய் உங்க அக்கௌண்ட்டுக்கு வந்திருக்கோம். எதுக்காக இந்த பணம்? நாங்கள் ஆட்சி பொறுப்பேற்றப்போ கஷ்டத்தை எல்லாம் நினைச்சு பார்த்து தான் ஒரு முக்கியமான முடிவு எடுத்திருக்கிறேன். அதன்படி இந்த பிப்ரவரி மாதம் மட்டும் இல்லாமல் அடுத்த 2 மாதம், அதாவது மார்ச் ஏப்ரலுக்கான உரிமை தொகை தவணைகளை சேர்த்து 3000 ரூபாயும், கூடுதலாக கோடைக்கால செலவுகளை கருத்தில் கொண்டு மேலும் 2000 ரூபாய் சிறப்பு தொகையும் சேர்த்து இந்த பிப்ரவரி மாதம் 5000 ரூபாயை சிறப்பு மகளிர் உரிமை தொகையா 1,31,00,000 பெண்களுக்கு வழங்க உத்தரவிட்டிருக்கிறேன். എന്താ വെച്ചാൽ മാസം നമുക്ക് 1000 രൂപയാണ് വരില്ലേ. അപ്പം ഈ മാസത്തെ പൈസയും ഏപ്രിൽ മാസത്തെയും മാർച്ച് മാസത്തെയും ഈ 2 മാസത്തെ പൈസയും
കൂടുതലായിട്ട് 3000 ഒപ്പയച്ചിട്ടുണ്ട്. പിന്നെ ആ 3000-ന് ഒരു കണക്കുണ്ട്. 3 മാസത്തെ എമൗണ്ട് പെൻഷൻ പൈസ മതി. എക്സ്ട്രാ 2000 തന്നില്ലേ, അതെന്താ കൈ ചെലവിനാ? അത് കൈ ചെലവിനാന്ന് പറഞ്ഞപ്പോൾ ഒട്ടുക 5000 കിട്ടുന്നത് പറഞ്ഞാല് ഈ എമൗണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കുടുംബ തലവിക്ക്, അതായത് റേഷൻ കാർഡിൽ പേരുള്ളത്, അതുപോലെ ഈ ഗവൺമെന്റ് പെൻഷൻ വാങ്ങുന്നവർക്കും വിധവ പെൻഷൻ ഉണ്ടാവില്ലേ, ഈ ടോട്ടൽ ഗവൺമെന്റിന്റെ പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ എമൗണ്ട് ഇല്ല. അവർക്ക് ഗവൺമെന്റിൽ നിന്ന് വേറെ ഇതേമാതിരി എമൗണ്ട് വരുന്നുണ്ട്. അതുപോലെ സ്വന്തം വീട്, കാർ, അങ്ങനെ കുറെ ആഭിചാര കർമ്മങ്ങളൊക്കെ അതിലുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും നോക്കിയിട്ടാണ് എമൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു എമൗണ്ട് ഞങ്ങൾക്ക് കാര്യമായി. ഇനി വേറെ ഒന്നും കൂടി പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞു, ജയിച്ചാൽ ഇനി 1000 എന്നുള്ളത് 2000 ആക്കാം. എല്ലാവർക്കും അല്ലേ ഏപ്രിൽ ഇലക്ഷനാണ്. അപ്പൊ അത് കഴിഞ്ഞ് അവരും ഇന്ന് തുടങ്ങുകയാണെങ്കിൽ 1000 എന്നുള്ളത് നമുക്ക് എന്തായാലും 2000 കിട്ടും. വെറുതെ ഇരിക്കുമ്പോൾ 1000 2000 നമ്മുടെ അക്കൗണ്ടൊക്കെ വരുമ്പോൾ അതൊരു ഇതല്ലേ. അപ്പൊ ഈ ഒരു 1000 കൊണ്ടും ഒരുപാട് പേര് സാധാ കൂലിപ്പണിക്ക് പോകുന്നവർ, അവർക്ക് ഈ മാസം ഒരു 1000 ഒരു ഇതാണ്. അതിപ്പോ നമ്മൾ അക്കൗണ്ടിൽ പെട്ടെന്ന് പൈസ ഇല്ലാതെ വെച്ചോ, ചിലപ്പോൾ ഈ 1000 അതിലുണ്ടാവും. എവിടെയെങ്കിലും കടയൊക്കെ പോയിട്ട് വന്നിട്ട് പൈസ അല്ലെങ്കിൽ 1000 അതിൽ കൊടുക്കാലോ. ഒരു അത്യാവശ്യ കൈ ചെലവിന് മാത്രം ഈ ഒരു 1000. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇതാണ്. ഫ്രീ ആയിട്ട് ബസ് ഉണ്ട്, പിന്നെ അതേപോലെ മാസം പൈസ ഉണ്ട്. പിന്നെ സ്കൂളുകൾക്ക് കുറെ ലേഡീസ് സ്കൂൾക്കല്ലേ, +1 +2 കമ്പ്യൂട്ടർ, അങ്ങനെ പഠിപ്പ് സംബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ രാവിലെ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾക്ക് ടിഫൻ എനിക്ക് സ്കൂളിൽ കോളേജൊക്കെ இருக்காங்கல்ல, ஃபர்ஸ்ட் இயருக்கு செகண்ட் இயருக்கு தேர்ட் இயருக்கு மட்டும் லேப்டாப் பேக் கொடுத்துருக்காங்க. இப்போ கொடுத்துருக்காங்க. ரொம்ப வருஷம் கழிச்சு இப்போ கொடுத்துருக்காங்க லேப்டாப். நிறைய எடுத்து வச்சிருந்தாங்க, இப்போ கொடுத்துருக்காங்க. ചിലർക്ക് സൈക്കിളൊക്കെ കൊടുക്കും. അതാണ് സംഭവം. നമ്മുടെ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിപ്പ് സംബന്ധപ്പെട്ട എല്ലാ, കൽവിക്ക് സംബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവിടെ സർക്കാരിന്റെ വക ഉണ്ട്. അതുപോലെ ഗവൺമെന്റ് അരി ഞങ്ങൾക്കൊന്നും റേഷൻ പിടിയിൽ അരിക്ക് പൈസ ഇല്ല. ഇപ്രാവശ്യം അരി ഒരു വ്യത്യാസമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മള് നോമ്പായിട്ട് സക്കാത്തിന് അരി കിട്ടൂലേ, ഇങ്ങനെയാണ്. ഇതെന്താ സംഭവം ചോദിച്ചാല് പകുതി പച്ചരിയും പകുതി കുറുമരിയാണ്. ചില സമയങ്ങളിൽ 2 ചാക്കോ 1 ചാക്ക് എടുത്തിട്ട് പോകും, എന്തരിയാന്ന് അറിയാത്ത നേരം കൊണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ കിട്ടി. ഇതേ എല്ലാ മാസം ഇങ്ങനെ കിട്ടുകയെന്നത് ഒരു കാര്യമായി. കാരണം ഓപ്പൺ ചെയ്യാതിരിക്കുമ്പോൾ വണ്ടും വരില്ല, കുറിജാത്തനും വരില്ല. ഇത് അതിന് സംഭവം 10 കിലോ അരിയില്ല, നമുക്ക് 20 കിലോ അരിയാണ്. 4 ആൾക്ക് 5-5 കിലോ. പകുതി 10 കിലോ പച്ചരി ഉണ്ട്, 10 കിലോ പുഴുങ്ങല്ലരി ഉണ്ട്. ഇപ്രാവശ്യം ഇങ്ങനെ കിട്ടിയ സംഭവം ഒരു കാര്യമായിട്ടുണ്ട് എന്തായാലും അല്ലേ. ഇതിന് ഓപ്പൺ ചെയ്യാതെ വെക്കാലോ, വേണമെങ്കിൽ ഓപ്പൺ ചെയ്താൽ മതി 5-5 കിലോ തരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനിയും ഗവൺമെന്റിൽ നിന്ന് ഇങ്ങനെ ഓരോ ആനുകൂല്യം കിട്ടുന്ന സംഭവം അടിപൊളിയാണ്. അതാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒട്ടുക 5000 കിട്ടുമ്പോൾ ഉള്ള ഒരു ഇതാണ് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ കാരണം. ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ചിലവർക്ക് എന്താണെന്നും കൂടി അറിയില്ല, ചിലർ അക്കൗണ്ടിൽ കൂടി നോക്കിയിട്ടുണ്ടാവില്ല. ഇതെങ്ങനെ ചോദിച്ചാല്, ഇപ്പൊ നമ്മളൊരു ബാങ്കിൽ പൈസ ഇടുമ്പോൾ നമുക്ക് അപ്പം തന്നെ മെസ്സേജ് വരും. അതേപോലെ ബാങ്കിൽ നിന്ന് റിട്ടേൺ എടുക്കുമ്പോഴും മെസ്സേജ് വരും. ഈ മെസ്സേജ് അങ്ങനെയല്ല. ഇതിപ്പോ ഈ മെസ്സേജ് ഇപ്പൊ ഇന്ന് പൈസ വന്നു പറഞ്ഞാൽ ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും, ഇല്ലെങ്കിൽ രാത്രി ആയിരിക്കും മെസ്സേജ് വരും. ഈ 5000 എമൗണ്ട് വന്നതിന് ഇനി എനിക്ക് മെസ്സേജ് വന്നിട്ടില്ല. അപ്പൊ നമുക്കറിയില്ല. പെട്ടെന്ന് ഒരാൾക്കാർ പെട്ടെന്ന് കയറിയിട്ടില്ല, എൻ്റെ അക്കൗണ്ടിൽ ഇത്രയല്ലേ ബാലൻസ് ഉള്ളൂ. പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു എമൗണ്ട്? പെന്നന്മാർ രാവിലെ ഒരുപാട് പേര് ആലോചിച്ചിട്ടുണ്ടാവും. രാവിലെ ആ ന്യൂസ് വന്നിട്ടില്ല, കുറച്ച് വൈകിട്ടാണ് ആ ന്യൂസ് വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ കണ്ടത്. സന്തോഷമുണ്ട്. അപ്പോൾ പൈസ എന്തായാലും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ATM പോയി എടുത്തിട്ട് വന്നതാണ്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു ചിലവിന് എന്തായാലും കയ്യിലാവുക. ശരിക്കും ആ മാസം കിട്ടുന്ന 1000 ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുക്കലില്ല, അത് അതിൽ തന്നെ കിടക്കലാണ്. ബാലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് കടയിലേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ മാസത്തെ എൻ്റെ 3 മാസത്തെ ഗവൺമെന്റ് ശമ്പളമാണ്. അല്ല, 3 മാസത്തിന്റെ ഗവൺമെന്റ് ഈ 3000 റുപ്യ അല്ലേ, ഈ 3000 ഗവൺമെന്റ് കൊടുത്ത ശമ്പളം എനിക്ക്. എന്തായാലും വീട്ടിൽ നിന്ന് ജോലി ചെയ്താൽ ശമ്പളം തരുന്നില്ല. അപ്പൊ ഗവൺമെന്റ് കൊടുത്ത് മാസം 1000 വീട്ടു ജോലിക്ക് പൈസ. ഓക്കെ, ഈ 2000 എന്റെ എങ്ങൾക്കില്ല. ഈ 2000 കൈച്ചെലവിന്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ട് വരാന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും അറിയില്ല, എല്ലാവരുടെ കയ്യിലും GPayയിലായിരിക്കും. പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ ഇതെന്തായാലും എടുത്തിട്ട് വന്നതാണ്. ഞാൻ എന്തായാലും കൈച്ചെലവിന് വേണ്ടിട്ടല്ലേ തന്നിക്കുന്നത്. അപ്പൊ ഇതിൽ കൈച്ചെലവ് നടക്കല്ലേ, ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി കൈച്ചെലവ് നടത്താൻ വേണ്ടിട്ടാണ്. എന്തായാലും ഈ 2000 കിട്ടിയത് ഞാൻ പൊളിച്ച്. ഓക്കെ, ഈ 2000 എനിക്ക് കൈച്ചെലവിനല്ല, പോക്കറ്റ് മണിയായിട്ട് സ്റ്റാളിൻ 1000 തരികയാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കിട്ടിയ സന്തോഷം നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് അറിയിച്ചു. ഇവിടുത്തെ ഗവൺമെന്റ് ഇങ്ങനെയാണ്,
അങ്ങോട്ട് വല്ലാണ്ട് തട്ടിപ്പഴിക്കണില്ല എന്നാണ് തോന്നുന്നത്, അറിയില്ല. ചിലർക്ക് ഇത് നമ്മൾ കൊടുത്ത വരി തന്നെയാണ് നമുക്ക് റിട്ടേൺ വരുന്നതാണെങ്കിൽ കൂടെ ആ കൊടുത്ത പൈസ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നുണ്ടല്ലോ. കറണ്ട് ബില്ലിന്റെയും വീട്ടുവരിയുടെയും ഒരുപാട് വരികളുടെ സംഭവമാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലത്തെ ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. പെൻഷൻ പൈസ എല്ലാവർക്കും കിട്ടും, അത് ഒരു നേരെ കിട്ടുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ. അസ്സലാമു അലൈക്കും.